ഇന്ന് വിഷു. ഇത് ഏതാ സ്ഥലം? ഇത് ചേർത്തലയാണ് സ്ഥലം. ഇവിടെ വിഷു സെലിബ്രേഷന് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്. വിഷുവിന്റെ തലേദിവസം രാത്രി തന്നെ പടക്കമൊക്കെ പൊട്ടിച്ച് പതുക്കെ ഞങ്ങളുടെ ആഘോഷം ഞങ്ങൾ ഓണാക്കി. പടക്കത്തിന്റെ കാര്യത്തിലും നമ്മൾ ഒരു കുറവും വരുത്തിയിട്ടില്ല. കമ്പിത്തിരി, മത്താപ്പൂ, ചൈനീസ് പടക്കം, ലാത്തിരി, കൊടച്ചക്രം, മാലപ്പടക്കം, പേര് കേട്ടതും പേര് കേൾക്കാത്തതുമായിട്ടുള്ള പലവിധ പടക്കങ്ങളും ഇത്തവണത്തെ വിഷുവിന് വീട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വിഷു എനിക്ക് കുറച്ചധികം സ്പെഷ്യൽ ആയിരുന്നു. ഇത് കണ്ട് ഇൻസ്പയർഡ് ആയി എന്നാൽ സ്വന്തമായിട്ടൊരു ഓലപ്പടക്കം കത്തിച്ചേക്കാന്ന് വിചാരിച്ചപ്പോൾ അത് ചീറ്റിപ്പോയി. രാത്രി കുറച്ചധികം ലേറ്റ് ആയെങ്കിലും ഈ ഒന്നിച്ച് വിഷുക്കണി ഒരുക്കുന്നതിന്റെ ഒരു സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ്. പിന്നെ ഇത്തവണ കണിക്കൊന്ന ചതിച്ചത് കൊണ്ട് പ്ലാസ്റ്റിക് കണിക്കൊന്നുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. വയ്ക്കുന്ന കണി കാണുമെന്നല്ലാതെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സ്വന്തമായിട്ടൊരു വിഷുക്കണി ഞാൻ ഒരുക്കുന്നത്. അതുകൊണ്ട് തന്നെ അറിയാവുന്ന ആൾക്കാരോട് വിളിച്ചു ചോദിച്ച് റെഫറൻസ് എടുത്തതിന് ശേഷമാണ് വിഷുക്കണി ഒരുക്കാൻ നമ്മളിരുന്നത്. ദിസ് ഈസ് ദ കോക്കനട്ട് ഫോർ ദ കണി. പാൽക്കണ്ണാടി ഇല്ലായിരുന്നു, പകരം ഈ കണ്ണാടി കൊണ്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ഫൈനലി ഞങ്ങളുടെ കണി റെഡിയായി. കണിക്കൊരുക്കിയത് കാണാൻ എന്താ രസം, അന്തസ്. അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ട് സ്വന്തമായിട്ട് ഒരുക്കിയ കണി, അതാണ് നമ്മൾ ഈ വിഷുവിന് കാണാൻ വേണ്ടി പോകുന്നത്. രാത്രി കൃത്യം 1 മണിയായപ്പോൾ ആദ്യത്തെ കണി കാണിക്കാൻ വീട്ടിലേക്ക് കയറി വന്നത് ഇവരാണ്. ഈ പരിപാടി പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇപ്പൊ സമയം കൃത്യം 6 മണിയായിട്ടുണ്ട്. നമ്മളൊരുക്കിയ കണിയാ. എന്നാ പിന്നെ കണി കാണാം. വിഷു ആയിട്ട് ആദ്യത്തെ കൈനീട്ടം അച്ഛമ്മയുടെ വകയായിരുന്നു. അത് കഴിഞ്ഞ് അച്ഛനും കൈനീട്ടം തന്നു. അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കാനിരുന്നത്. അപ്പോൾ ഒരു സ്പെഷ്യൽ സാധനം കൂടി ഉണ്ടായിരുന്നു, വിഷുക്കഞ്ഞി. ചേർത്തല വന്നതിന് ശേഷമാണ് ഈ വിഷുക്കഞ്ഞി എന്ന് പറയുന്ന പരിപാടി ഞാൻ കാണുന്നത്. സോ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ.